അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ നമ്മുടെ ഭരണഘടനയെ കൊലപ്പെടുത്തുക മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയെ അടിമയായി നിലനിർത്താനും ഉദ്ദേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. രാജ്യത്ത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചതിന്റെ 50-ാം വർഷം തികഞ്ഞതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. സംവിധാൻ ഹത്യാ ദിവസമായാണ് അന്നേ ദിവസം ആചരിച്ചത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ധീരമായി പോരാടിയ എല്ലാവരെയും നാം എപ്പോഴും സ്മരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ജനങ്ങളെ കേൾപ്പിച്ചു. ये जो जुल्म हुआ 2 साल तक, जुल्म तो 5-7 साल से शुरू हो गया था, मगर वो शिखर पर पहुंच गया है 2 साल में जब इमरजेंसी लोगों पर ठोक दी और अमानुषी बर्ताव लोगों के साथ किया गया। लोगों के स्वतंत्रता के हक छीन लिए गए, अखबारों को कोई स्वतंत्रता न रही, न्यायालय बिल्कुल निर्बल बना दिए गए और जिस ढंग से 1 लाख से ज्यादा लोगों को जेल में बंद कर दिए और फिर अपने मन मुश्किल. മൊറാർജി ദേശായിയുടെ വാക്കുകൾ ശ്രവിച്ചാൽ തന്നെ അക്കാലം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് മനസ്സിലാക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെട്ടു. നേതാക്കൾ അടക്കമുള്ളവരെ അടിയന്തരാവസ്ഥ കാലത്ത് തടവിലാക്കി. അക്കാലത്ത് മിസ പ്രകാരം ആരെയും ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. വിദ്യാർത്ഥികൾ പീഡിപ്പിക്കപ്പെട്ടു, അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ടു. അക്കാലയളവിൽ അറസ്റ്റിലായ ആയിരക്കണക്കിന് ആളുകൾ മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾക്ക് വിധേയരായതായി പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ശക്തി അതിക്രമങ്ങൾക്ക് മുന്നിൽ വഴങ്ങിയില്ല, തകർന്നില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായതുമില്ല. ആത്യന്തികമായി ജനങ്ങൾ വിജയിച്ചു, അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ പരാജയപ്പെട്ടു. ഇക്കാര്യത്തിൽ ബാബു ജഗ്ജീവൻ റാം തന്റെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായി പ്രകടിപ്പിച്ചിരുന്നു. बहनों और भाइयों, पिछला चुनाव नहीं था, भारत की जनता का एक महान अभियान था. उस समय के परिस्थितियों को बदल देने का, तानाशाही के धारा को मोड़ देने का और भारत में प्रजातंत्र की बुनियाद को मजबूत कर देने का. അടൽ ബിഹാരി വാജ്പേയി അടിയന്തരാവസ്ഥയെക്കുറിച്ച് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത് തീർച്ചയായും കേൾക്കേണ്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. बहनों और भाइयों, देश में जो कुछ हुआ उसे केवल चुनाव नहीं कह सकते. एक शांतिपूर्ण क्रांति हुई है. लोक शक्ति की लहर ने लोकतंत्र की हत्या करने वालों को इतिहास के कूड़ेदान में फेंक दिया है. നമ്മുടെ ഭരണഘടന ശക്തമായി നിലനിർത്തുന്നതിനുള്ള ജാഗ്രത പാലിക്കാൻ അടിയന്തരാവസ്ഥ കാലത്തെ ചെറുത്തുനിൽപ്പ് പ്രചോദനം നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.